ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നല്ല നാടൻ രുചിയിലുള്ളൊരു മീൻ റോസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. കിങ് ഫിഷ് കൊണ്ട് മാത്രമല്ല, ആവോലി, സാൽമൺ, ചൂര അതുപോലത്തെ ദശക്കട്ടിയുള്ള അധികം മുള്ളില്ലാത്ത ഏത് മീൻ കൊണ്ട് ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ മീൻ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിന്നായി പോവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കായി പോവാനും പാടില്ല. ഒരു മീഡിയം സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഈ മീൻ ഇതിനു മുമ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്, എന്നാലും ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കഴുകിയെടുക്കുന്നുണ്ട്. ഈ മീനിൻ്റെ ഉളുമ്പ് മണം പോവാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഈ മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ പോയി കിട്ടും. മീൻ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഈ മീനിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയിൽ ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കിതിലെല്ലാം കറക്റ്റാണ്. ഇനി ഈ മസാല കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ മസാലയും മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മീനിൽ ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ നിന്നും പകുതി മീൻ കഷ്ണങ്ങൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് കുക്കാവണമെന്ന് മാത്രം. ഇപ്പോൾ ഈ മീൻ കഷ്ണങ്ങളുടെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശവും ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മറ്റേ വശവും ഫ്രൈ ആയി കിട്ടും. ഇപ്പം മീനിൻ്റെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം മീൻ മുഴുവനും ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പം മീൻ മുഴുവനും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ മസാലയും റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഈ എണ്ണയിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചെടുത്തത്. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫിഷ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തത്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം ഇതിൽ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇതിൽ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എനിക്കിതിൽ ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലെ എണ്ണ തെളിയുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ മസാല മീൻ കഷ്ണത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിത് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഫിഷ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്